ഒരു കാപാലിക കാരണം, ഒരു പെണ്ണ് കാരണം മാറേണ്ട സമൂഹത്തിൽ ഒരു പെണ്ണ് കാരണം ആത്മഹത്യ ചെയ്യുമ്പോൾ, 23കാരൻ ആത്മഹത്യ ചെയ്യുമ്പോൾ പൊതുസമൂഹം അറിയേണ്ട ഒരു കാര്യമുണ്ട്. തുല്യനീതിയില്ല ഇവിടെ. നിങ്ങളൊന്ന് പറഞ്ഞു നമുക്ക് കിട്ടും. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് നീതി കിട്ടും. കാരണം സ്ത്രീകൾക്ക് ഇവിടെ എന്തു ആവാം. ഒരുത്തനെ വിഷം കൊടുത്തു കൊന്ന, സൈനൈഡ് കൊടുത്തു കൊന്ന ഗ്രീഷ്മയെ പോലെയുള്ള കഴിവറുടെ മക്കള് ഇറങ്ങി നടന്ന് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന നാടാണിത്. ആർക്ക് പോയി? ഇവനെ നൊന്ത് പ്രസവിച്ച ഇവന്റെ അമ്മയ്ക്ക് പോയി, അച്ഛന് പോയി, സുഹൃത്തുക്കൾക്ക് പോയി. ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങള് പ്രണയം വരും, പ്രേമം വരും, എല്ലാം വരും. പക്ഷെ നിങ്ങള് നൊന്ത് പെറ്റ് വലുതാക്കിയ, നിങ്ങളെ ഇത്ര ആക്കിയ നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയുള്ള സഹോദരി സഹോദരന്മാർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് പ്രേമമൊക്കെ ഉള്ളത്. കാരണം നമ്മള് മിന്നുന്നൊന്നും കൊണ്ടല്ലേ. നമ്മുടെ നാട്ടില് ഒരു ആൺകുട്ടി കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ, ഇങ്ങനെ പ്രേമിച്ച് വഞ്ചിച്ച് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ റിമാൻഡിലാണ്. അതേ നാടാണ് നമ്മുടെ കേരളം. ഒരു പെണ്ണിന് എന്തുമാവാം. ഓരോ ഗ്രീഷ്മയെ പോലെയുള്ള പെണ്ണുകളൊക്കെ പുറത്തിറങ്ങി വിലസി നടക്കുന്ന നാടാണിത്. കാരണം ഒരു പയ്യനെ ഇല്ലാതാക്കി, അവന്റെ ജീവിതം ഇല്ലാതാക്കി, അവന്റെ വീടില്ലാതാക്കി, അവന്റെ നാടില്ലാതാക്കി, അവന്റെ കഴിവുകളെ ഇല്ലാതാക്കി ഇങ്ങനെ സുഖിച്ചു നടക്കുന്ന പെണ്ണെ, നിന്നെ പെണ്ണെന്ന് വിളിക്കേണ്ട പെൺവർഗത്തിന് അപമാനമായിട്ട് ജീവിക്കുന്ന ഈ ഒരു അവസ്ഥ അനുഭവിക്കാതെ പോവില്ല മോളെ. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു കൊച്ച് ഒരു പയ്യനെ പ്രണയിച്ച് അവന് ജ്യൂസിൽ വിഷം കലക്കി കൊടുത്ത് അവനെ കൊന്നു. ആ പയ്യൻ മരിച്ച്. ആർക്ക് നഷ്ടമായി? അവൻ്റെ വീട്ടുകാർക്ക്, അവൻ്റെ ബന്ധുക്കാർക്ക്, അവൻ്റെ കൂട്ടുകാർക്ക്. ആ പയ്യൻ്റെ കഴിവിനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു ആ പെണ്ണ്. എന്നിട്ട് അവളിറങ്ങി നല്ല സുഖമായിട്ടിപ്പം നടക്കുന്നു. ഒരു വിശേഷം കൊണ്ടാണ് പുറത്തിറങ്ങിയത്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതേപോലൊരവസ്ഥ. ഇതേപോലെ എത്ര പേര് കാണും പ്രണയിക്കുന്നത് തെറ്റൊന്നല്ല. പക്ഷേ പ്രണയിച്ചതിന് ശേഷം സൂയിസൈഡ് ചെയ്യുമ്പോൾ ഒരു വട്ടം ഒന്ന് ചിന്തിക്കണം. സ്വന്തം അച്ഛനും അമ്മയും പറ്റി, ഇത്രയും വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും, അവരെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. പിന്നെ ആണുങ്ങൾക്ക് പറയാനായിട്ട് ഇവിടെ എന്ത് നിയമമാണോ ഉള്ളത്? എന്തെങ്കിലും നിയമമുണ്ടോ? പെണ്ണുങ്ങൾക്ക് നിയമമുണ്ട്. തൊട്ടാലും പിടിച്ചാലും എന്തിനും നിയമമാണ്. ബസ്സിലൊരു യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു പയ്യൻ അറിയാതെ ബ്രേക്ക് ഓടിക്കുമ്പോൾ അറിയാതെ ഒരു പയ്യൻ പുറത്തെ തട്ടുകയോ അല്ലെങ്കിൽ ചെന്നിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് പീഡനമായി വേറെ പല കേസാവും അത്. പിന്നെ ആ പയ്യൻ പുറത്തിറങ്ങണമെങ്കിൽ കുറഞ്ഞതൊരു 3-4 വർഷത്തോളം എടുക്കും. പിന്നെ ആ പയ്യന് സ്വന്തം വീട്ടുകാരെ നോക്കാനോ ബന്ധുക്കാരെ നോക്കാനോ നാട്ടുകാരെ മുഖത്ത് നോക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ. ചിലപ്പോൾ ആ പയ്യൻ ഇത്രയും വിഷമം ഡിപ്രഷനൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തെന്ന് വരാം. അപ്പോൾ ഇതുപോലെ എത്ര പേര് കാണും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടാം. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും വന്ന് കമൻറ്റ് ബോക്സിലിടാം. ഇതേപോലെ എത്ര പേര് കാണും പ്രണയിക്കുന്നത്. സൂയിസൈഡ് ചെയ്യുമ്പോൾ തന്നെ സ്വന്തം വീട്ടുകാരെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. കഴിഞ്ഞ വർഷം തന്നെ എന്തുമാത്രം മരണങ്ങൾ നടന്നു. പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ കല്യാണം കഴിക്കുന്നു, പഠിച്ചതിന് ശേഷം കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം ഇൻ്റർനെറ്റിൽ പല സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഇട്ട് ഏതെങ്കിലും പയ്യനെ കാണുമ്പോൾ പ്രണയിച്ച് കെട്ടിയ പയ്യനെ അങ്ങ് മറക്കും. പിന്നെ ആ പയ്യൻ്റെ കൂടെ അങ്ങ് പോവും, ചാറ്റ് ചെയ്യുന്ന പയ്യൻ്റെ കൂടെ. സ്വന്തം കൊച്ചിനെയും കളഞ്ഞ് അവനെയും കളഞ്ഞിട്ട് പോകും. ആ പയ്യൻ ഏറ്റവും അവസാനം എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു സൂയിസൈഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും ഒന്ന് ചിന്തിക്കുക. മറ്റൊരാളുടെ വിഷമത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അവനും ഉണ്ട് അച്ഛനും അമ്മയും എല്ലാവരും.
എന്നിട്ടും സ്നേഹിച്ച പെണ്ണിനെ പ്രണയിച്ച് കെട്ടുന്നു. എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഈ വർഷമെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.